ഇപ്പോൾ പാർലമെന്റിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ, അതായത് നമ്മുടെ ഗ്രാമങ്ങളിലെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതുമായിട്ടാണ്. അതിൽ കേന്ദ്ര സർക്കാർ പലതരത്തിലുള്ള തിരിമറികളും അതിൽ കാണിച്ചു വരുന്നു. തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അറിയാം, ഏത് സാധാരണക്കാരന്റെ വീട്ടിൽ പച്ചരി വാങ്ങുന്ന ഒരു സംവിധാനമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടിണി തുടച്ചു മാറ്റിയ ഓരോ തൊഴിലാളിയുടെയും വീട്ടമ്മമാരുടെയും കയ്യിൽ പണമെത്തിച്ച് അവരുടെ ജീവിത സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന ഏറ്റവും ആശയസമ്പന്നമായ പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, അഥവാ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് അത് പട്ടിണി പൂർണ്ണമായും അകറ്റി നിർത്തി ഏറ്റവും ദരിദ്രനായ മനുഷ്യനെ പോലും സംരക്ഷിക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ്വർക്കായി മാറി. നേരിട്ട് തൊഴിലാളികളിൽ പണം എത്തിക്കുന്നത് വഴി ഇടനിലക്കാരുടെ ചൂഷണം പൂർണ്ണമായും ഇല്ലാതാക്കി. ഒരു പുതിയ ഇന്ത്യയുടെ തുടക്കമായിരുന്നു അത്. തൊഴിലുറപ്പ് പദ്ധതി വന്നപ്പോൾ ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് തന്നെ ഗ്രാമങ്ങളിലാണ് എന്ന് സ്വപ്നം കണ്ട നമ്മുടെ രാഷ്ട്രപിതാവ് ആ പദ്ധതിയുടെ കാവ്യനീതിയായി നിന്നു. ഉറപ്പു നൽകുന്ന 100 ദിവസത്തെ ജോലി അവകാശം ദരിദ്രരായ മനുഷ്യരോടുള്ള നീതിയായിരുന്നു. മനസ്സിലാക്കണം ഓരോരുത്തരും. ആ 100 ദിവസത്തെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് മനുഷ്യരോട് കാട്ടുന്ന നീതിയായിരുന്നു. ആ പദ്ധതി ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാരെ പ്രീണിപ്പിച്ചില്ല. ആ പദ്ധതി ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഒട്ടും തന്നെ ബൂസ്റ്റ് ചെയ്തില്ല. പക്ഷേ ദാരിദ്ര്യം മൂലം ജീവിതം വഴിമുട്ടിയ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ വെളിച്ചമായി. പട്ടിണി മൂലം ആത്മഹത്യയുടെ മുന്നിൽ നിന്ന കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചു. പണം നേരിട്ട് കൈകളിൽ എത്താൻ തുടങ്ങിയതോടെ ഗ്രാമാന്തരങ്ങളിൽ പണത്തിന്റെ ഉപഭോഗം വർദ്ധിച്ചു. ക്രയവിക്രയങ്ങൾ കൂടി. ചെറുകിട ബിസിനസ്സുകാരിൽ നിന്നും അത് ഊർജം നിറച്ചു. ചെറുകിട ബിസിനസ്സുകാർക്ക് തീർച്ചയായും ഒരു ആർജവം തന്നെയായിരുന്നു. നമ്മുടെ സാധാരണ കടകളിൽ പോയി സാധനം വാങ്ങിയിരുന്നു. രാജ്യത്തിന്റെ സമഗ്രമായ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും മികച്ച അടിസ്ഥാനം നൽകി. ഇല്ലേ? ആ ദിനങ്ങൾ അവസാനിക്കാൻ പോകുന്നു. എങ്ങനെ? ഇന്ത്യയിലെ ഏറ്റവും വിപ്ലവകരമായ ഈ പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് എടുത്തു കളഞ്ഞത്, തൊഴിൽ അവകാശം എടുത്തു കളഞ്ഞത്, ആ പദ്ധതിയെ അപ്പാടെ തകർത്തു കളഞ്ഞതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു നയം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ശ്രമം എന്ന് പറയുന്നതും. ഇത് ഇന്ത്യൻ ഗ്രാമങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ശ്രമമാണ്. അതിനെതിരെ ഇന്ത്യയിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഗ്രാമാന്തരങ്ങളിലും പ്രതിഷേധം ഉയർത്തണം. ഓരോ തൊഴിലാളിയും ഓരോ ദരിദ്രനും
ഈ തീരുമാനങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള കെൽപ്പുണ്ടാകണം, ഉണ്ടാക്കിയെടുക്കണം, അഥവാ അത് ചെറുക്കണം. തൊഴിലെടുത്ത് ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തെ റദ്ദ് ചെയ്യാനുള്ള ഈ കരിനിയമത്തെ ചേർത്ത് നിർത്തേണ്ടത് ഇന്ത്യൻ ജനതയുടെ കടമയാണ്. ഇന്ത്യയിൽ നിന്ന് ഗാന്ധി സ്മൃതി പോലും നീക്കം ചെയ്യാനുള്ള അഗാധമായ അന്ധമായ ഈ തീരുമാനത്തെ പ്രബുദ്ധ ജനത ചോദ്യം ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും ഇല്ലേ? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ അഥവാ ഗ്രാമീൺ എന്നാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്. ഈ പുതിയ പദ്ധതി നിലവിൽ വരുന്നതോടെ കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും പുറത്താകേണ്ടി വരും. കാരണം ഓരോ സംസ്ഥാനത്തും ഗ്രാമീണ മേഖല എന്നത് നിശ്ചയിക്കാനുള്ള അധികാരം ഇപ്പോൾ ആർക്കാണ്? കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാകും. തീർച്ചയായും അത് കേന്ദ്ര സർക്കാർ ഗ്രാമീണം എന്ന് അംഗീകരിക്കാത്ത മേഖലകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ സ്കീമിൽ നിന്ന് പുറത്താകും. അതായത് സെമി അർബൻ ലാൻഡ്സ്കേപ്പ് ഉള്ള കേരളത്തെ അത് തീർച്ചയായും ബാധിക്കും. ഏറ്റവും അധികം ബാധിക്കുന്നത് കേരളത്തെ ആയിരിക്കും. എന്ന് മാത്രവുമല്ല, പദ്ധതി ചെലവിന്റെ 40% സംസ്ഥാനം വഹിക്കണമെന്നാണ് പുതിയ നിബന്ധന. ചുരുക്കത്തിൽ UPA സർക്കാർ വാഗ്ദാനം ചെയ്തത് മഹാത്മാഗാന്ധിയുടെ പേരിൽ നടപ്പാക്കിയ ഈ പദ്ധതിയുടെ എല്ലാ ജനോപകാരപ്രദമായ ഘടകങ്ങളും എടുത്തു കളഞ്ഞ് മഹാത്മജിയുടെ പേര് പോലും നീക്കം ചെയ്തു. ഇതിന് പരിമിതമായ ബജറ്റ് മാത്രം സൃഷ്ടിച്ച് ഈ പദ്ധതിയുടെ അന്തസത്ത നശിപ്പിച്ച് പുതിയ രൂപത്തിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. ഇതിനെതിരെ രാഷ്ട്രത്തിന് അതീതമായി മുഴുവൻ ജനതയും രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ജനതയും രംഗത്തിറങ്ങണം, പ്രതിഷേധിക്കണം, സമരം ചെയ്യണം. ഇത് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണെന്ന് എല്ലാവരും ഓർക്കണം. സംഘപരിവാറിന് മഹാത്മാഗാന്ധി എന്ന പേരിനോട് എന്തുമാത്രം വിരോധവും ഗാന്ധിയൻ ആശയങ്ങളോട് എന്തുമാത്രം അസഹിഷ്ണുതയും ഭീതിയുമാണെന്ന് വ്യക്തമാക്കുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിയുടെ പേര് വെട്ടിയ കേന്ദ്ര സർക്കാർ നടപടി, അല്ലേ? ഗാന്ധിയൻ ആശയങ്ങൾ രാജ്യത്തിന്റെ ആത്മാവാണ്. വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന സംഘപരിവാറിന് ഗാന്ധിയോടുള്ള സ്നേഹ രാഷ്ട്രീയമോ അദ്ദേഹം മുന്നോട്ട് വെച്ച മൂല്യങ്ങളുടെ വ്യാപ്തിയോ മനസ്സിലാകില്ല. രാഷ്ട്രപിതാവിന്റെ ഘാതകർ ഗാന്ധിജിയുടെ പേരിനെയും ഓർമ്മകളെയും ഭയക്കുന്നുണ്ട്. നെഹ്റുവിന്റെ, ഇന്ദിരാഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള എത്രയോ പദ്ധതികളുടെ പേര് മാറ്റി അവരെ എത്രയോ വട്ടം അവഹേളിക്കാൻ ശ്രമിച്ചു. രാജ്യം തങ്ങളുടേതാണെന്ന് മാത്രമെന്ന് സ്ഥാപിക്കാനാണ് സ്വതന്ത്ര സമര പോരാട്ടങ്ങളെ ഒറ്റുകൊടുത്തുള്ള പാരമ്പര്യമുള്ള സംഘപരിവാറിന്റെ ശ്രമം. എന്നാൽ കോൺഗ്രസും അതിന്റെ നേതാക്കളും ഇന്ത്യയുടേതായിരുന്നെന്ന് BJP സർക്കാർ മറക്കരുത്. രാജ്യത്തിന്റെ പട്ടിണി അകറ്റിയ ഒരു വലിയ വിഭാഗം ജനതയെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ച വിപ്ലവകരമായ തീരുമാനമായിരുന്നു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. 2005-ൽ UPA സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാനാണ് ഇപ്പോൾ മോദി സർക്കാരിന്റെ ശ്രമം. ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാവിന്റെ പേര് വെട്ടിയാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വിസ്മൃതിയിലാകുമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കേന്ദ്ര നീക്കത്തെ രാജ്യം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും. ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ തീരുമാനം അടിയന്തരമായി പിൻവലിക്കേണ്ടതുള്ള അല്ലേ? പിൻവലിക്കണം. മൻമോഹൻ സിംഗിന്റെ പദ്ധതികൾ 11 വർഷമായി പേരുകൾ മാറ്റിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ലിസ്റ്റ് പറയാം, അത് കാണുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പൂജ്യ ബാപ്പു ഗ്രാമീൺ റോജ്ഗർ യോജന, LPG, അതിനുള്ള നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം പഹൽ എന്നാക്കി മാറ്റി. അടിസ്ഥാന സേവിങ്സ് ബാങ്ക് നിക്ഷേപം അക്കൗണ്ട് ജൻ ധൻ അക്കൗണ്ട് എന്നാക്കി മാറ്റി. നിർമ്മൽ ഭാരത് അഭിയാൻ അതിനെന്താക്കി മാറ്റി? സ്വച്ഛ് ഭാരത് മിഷൻ എന്നാക്കി. ദേശീയ നഗര ഉപജീവന ദൗത്യം, അതായത് അതിനെ എന്താക്കി മാറ്റി?
ദീൻദയാൽ അന്ത്യോദയ യോജന, പ്രധാനമന്ത്രിയുടെ ഗവേഷണ ഫെലോഷിപ്പ് പദ്ധതി. അതിനെ മാറ്റിയത് ഇങ്ങനെയാണ്, പ്രധാനമന്ത്രിയുടെ ഫെലോഷിപ്പ് പദ്ധതി എന്നാക്കി. അടുത്തത് ദേശീയ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക്, ഭാരത് നെറ്റ് എന്നാക്കി മാറ്റി. ദേശീയ നിർമ്മാണ നയം ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നാക്കി. ഇന്ദിരാഗാന്ധി പ്രസവ സഹായ പദ്ധതി, ആ പദ്ധതി എന്താക്കി മാറ്റി? പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന എന്നാക്കി മാറ്റി. അടുത്തതോ സ്വാവലംബൻ യോജന, അടൽ പെൻഷൻ യോജന എന്നാക്കി മാറ്റി. അടുത്തത് ദേശീയ നൈപുണ്യ വികസന പദ്ധതി, സ്കിൽ ഇന്ത്യ എന്നാക്കി മാറ്റി. ദരിദ്ര കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷനുകൾ നൽകിയിരുന്നത് എന്താക്കി മാറ്റി? പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്നാക്കി മാറ്റിയില്ലേ. പരിഷ്കരിച്ച ദേശീയ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് സ്കീം എന്താക്കി മാറ്റി? പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതി എന്നാക്കി. എല്ലാത്തിന്റെ മുമ്പിൽ പ്രധാനമന്ത്രി ചേർത്തു. രാജീവ് ആവാസ് യോജനയെ എന്താക്കി മാറ്റി? സർദാർ പട്ടേൽ നാഷണൽ മിഷൻ ഫോർ അർബൻ ഹൗസിംഗ് എന്നാക്കി മാറ്റി. ദേശീയ പെൺശിശുദിന പരിപാടി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജന എന്നാക്കി മാറ്റി. ദേശീയ സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റി മാനേജ്മെന്റ് പ്രോജക്ട് മണ്ണ് ആരോഗ്യ കാർഡ് എന്നാക്കി മാറ്റി. ജൻ ഔഷധി യോജന, പ്രധാനമന്ത്രി ജൻ ഔഷധ യോജന എന്നാക്കി മാറ്റി. ജൻ ഔഷധി, അത് പ്രധാനമന്ത്രി ഭാരതീയ ജന ഔഷധി പരിയോജന എന്നാക്കി മാറ്റി. PMBJP, ദേശീയ കാർഷിക വികസന പദ്ധതി മറ്റു പരിപാടികളും പരമ്പരാഗത കൃഷി വികാസ് യോജന എന്നാക്കി. അടുത്തത് ആക്സിലറേറ്റഡ് ഇറിഗേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാം, പ്രധാനമന്ത്രി കൃഷി സഞ്ജോയ് യോജന എന്നാക്കി മാറ്റി. ആം ആദ്മി ബീമ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന എന്നാക്കി മാറ്റി. അടുത്തത് ദേശീയ ഗവൺമെന്റ് പ്ലാൻ ഡിജിറ്റൽ ഇന്ത്യ അല്ലേ. ദേശീയ സമുദ്ര വികസന പരിപാടി സാഗർമാല, തീർന്നില്ല, ഇനിയുമുണ്ട്. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം ആജീവിക എന്നാക്കി മാറ്റി. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ യോജന എന്നാക്കി മാറ്റി. രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരണ യോജന ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ ജ്യോതി ദയോജന എന്നാക്കി മാറ്റി. ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ, അത് അമൃത് എന്നാക്കി മാറ്റി. പൈതൃക മേഖലകളുടെ വികസനം, അതിന് കീഴിലുള്ള ഉപമിഷൻ ഹരിഡേ എന്നാക്കി മാറ്റി. വേപ്പ് പുരട്ടിയ യൂറിയ PM പ്രണം എന്നാക്കി മാറ്റി. ഗ്രാമീണ ഇന്ത്യയുടെ പുതിയ കരാർ ഗ്രാമീണ ഉദയ് മുതൽ ഭാരത് ഉദയ് വരെ എന്നാക്കി മാറ്റി. ഇന്ത്യയുടെ സാർവത്രിക രോഗപ്രതിരോധ പദ്ധതി UIP എന്ന് പറയുന്നത് മിഷൻ ഇന്ദ്രധനുഷ് എന്നാക്കി മാറ്റി. ഇന്ദിരാ ആവാസ് യോജന എന്നത് എന്താക്കി മാറ്റി? പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന എന്നാക്കി മാറ്റി. സംയോജിത ശിശു വികസന സേവനങ്ങൾ ICDS പദ്ധതി ദേശീയ പോഷകാഹാര ദൗത്യം എന്നാക്കി. അങ്ങനെ പുതിയ കാര്യങ്ങൾ ചിന്തിക്കുവാനുള്ള കഴിവ് അവർക്കില്ല. ഇന്ന് അവർക്ക് പട്ടികപ്പെടുത്താൻ കഴിയുന്ന ഏത് പദ്ധതിയും മൻമോഹൻ സിംഗിൻ്റെതാണ്. പുനർനാമകരണം ചെയ്തു അവർ മുളന്തി നടക്കുന്നു, പേരുകൾ മാറ്റുന്നു, റിബൺ മുറിക്കുന്നു, ഫലകങ്ങളിൽ പേരുകൾ കൊത്തുന്നു. അവർ ഒരു സ്മാർട്ട് സിറ്റി പദ്ധതി അവതരിപ്പിച്ചു, പക്ഷേ അത് അസാധുവാക്കപ്പെട്ടു. അപ്പൊ ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായും ഓരോ സ്ത്രീകളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഓരോരുത്തർക്കും 100 ദിവസം തൊഴിലുറപ്പ് എന്ന് പറയുന്നത് ഇനി ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ നമസ്കാരം.